സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ട്രയാങ്കിളിന്റെ ഏരിയ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് തന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യം ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു വെക്കുന്നു. ക്ലിയർ അല്ലേ? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ സ്പെഷ്യാലിറ്റി ഇതാണ്. ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 2 സെന്റിമീറ്റർ ലെസ് എന്നാ പറഞ്ഞത്. ലെസ് എന്നോ മോർ ദാൻ എന്നോ അങ്ങനെ എന്ത് പറഞ്ഞാലും ഒന്നും നോക്കണ്ട. ഒന്ന് എക്സ് എടുക്കുക, മറ്റേത് x+2 ആണ് എടുക്കേണ്ടത്. s-2 കൊണ്ടുപോയിട്ട് എടുക്കണ്ട. ക്ലിയർ ആണോ? എപ്പോഴും നിങ്ങൾ ഇങ്ങനെ എടുക്കുക. ഒന്ന് എക്സ് ഒന്ന് x+2 എടുത്താൽ മതി. എന്നാലും x+2നേക്കാൾ 2 കുറവല്ലേ എക്സ്? മനസ്സിലായോ? x+2നേക്കാൾ 2 കുറവല്ലേ എക്സ്? കാര്യം ഇതാണ്. മോർ ദാൻ എന്ന് പറഞ്ഞാലും ലെസ് ദാൻ എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇതേപോലെ എടുക്കുക. സോ ഇതിനെ പറയുന്ന പേരാണ് ബേസ്. ഇതെന്താ? ഹൈറ്റ്. ക്ലിയർ അല്ലേ? നിങ്ങൾക്കറിയാം ഏത് റൈറ്റ് ട്രയാങ്കിളിന്റെയും ഏരിയ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഹാഫ് ഇൻറ്റു BH എന്നതാണ് ഇക്വേഷൻ. ഏരിയയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുക. നമ്മൾ നേരത്തെ L ഇൻറ്റു B = ഏരിയ എന്നല്ല എഴുതിയത്. ഈ ചാപ്റ്ററിലൊക്കെ ഇങ്ങനെ എഴുതണ്ട്. ഹാഫ് ഇൻറ്റു BH = ആണ് മക്കളെ എന്ത്? ഏരിയ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നിങ്ങളുടെ കണ്ണ് തുറന്നു നോക്കിക്കോളൂ. എന്റെ കൂടെ ചെയ്യണം കേട്ടോ. എന്റെ കൂടെ ചെയ്യണം ഹാഫ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇൻറ്റു B എന്തെഴുതണം? വേണമെങ്കിൽ എക്സ് എഴുതാം, അല്ലെങ്കിൽ x+2 എഴുതാം. എന്താ എഴുതിയാലും ഞാനിപ്പോ ആദ്യം ചെറുത് എഴുതാണ്, എക്സ് എഴുതാണ്. ആദ്യം എക്സ് എഴുതി, പിന്നെ x+2 എഴുതി. കുഴപ്പമില്ലല്ലോ. x+2 ഇൻറ്റു x എഴുതാം, അല്ലെങ്കിൽ x ഇൻറ്റു x+2 എഴുതാം. ആദ്യം നമ്മൾ എപ്പോഴും ഇങ്ങനെയല്ലേ എഴുതാറ്? അല്ലടാ, ഇങ്ങനെയല്ലേ എഴുതാറ്? x ഇൻറ്റു x+2 എന്ന് പറഞ്ഞ ഫോർമാറ്റിലല്ലേ എഴുതാറ്? അല്ലെങ്കിൽ x+2 ഇൻറ്റു x എന്ന് എഴുതാം. ഏത് എഴുതിയാലും ഒരു കുഴപ്പമില്ല മക്കളെ. ക്ലിയർ ആണോ? ഇനി എന്റെ കുട്ടികൾ പറഞ്ഞ ഏരിയ എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? ഏരിയ എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 60 എന്ന് കൊടുക്കണം. ഈ ഡിവൈഡഡ് ബൈ 2 ഇനി നേരെ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. ആ ഡിവൈഡഡ് ബൈ 2 ഇങ്ങോട്ട് പോകുമ്പോ എന്താവും? ഇൻറ്റു ആവും. ഇനി നേരെ നോക്കിക്കോളൂ കേട്ടോ. കൂടെ തന്നെ ഒരു പ്രോസസ്സും കൂടെ ചെയ്യണം. x ഇൻറ്റു എക്സും ചെയ്യണം, x ഇൻറ്റു 2ഉം ചെയ്യണം. നിങ്ങളൊന്ന് പറഞ്ഞ x ഇൻറ്റു എക്സ് എന്താ? x ഇൻറ്റു എക്സ് x² ആണ്. ക്ലിയർ ആണോ? ദെൻ x ഇൻറ്റു 2 എന്താ മക്കളെ? x ഇൻറ്റു 2 എന്താണ്? 2x. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്തു വെക്കുകയാണ്. വെയിറ്റ്. x ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ x², x ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2x. 16 ഇൻറ്റു 2. ഈ ഇൻറ്റു 2 എവിടുന്ന് വന്നു? ഈ ഇൻറ്റു 2 എവിടുന്ന് വന്നു മക്കളെ? ഈ ഡിവൈഡഡ് ബൈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഈ ഡിവൈഡഡ് ബൈ 2 ഇങ്ങോട്ട് പോകുമ്പോ എന്താവും? ഇൻറ്റു 2. അപ്പൊ എന്റെ കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ 1 എങ്ങോട്ട് പോയിന്ന് ഇല്ലേ? 1 ഇൻറ്റു എക്സ് പറഞ്ഞ എക്സ് തന്നെ, അതിന് മൈൻഡ് ചെയ്യണ്ട. ക്ലിയർ അല്ലേ? കാരണം 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ മക്കളെ എന്താണ്? എക്സ്. സോ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം. x² + 2x = 120. ഇവിടെ നമ്മള് ഇനി ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ x² കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് ഈ സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന്റെ പേരാണ് എന്ത്? സ്ക്വയർ കംപ്ലീഷൻ എന്നാണ് മെത്തേഡിന്റെ പേര്. ഇത് സ്ക്വയർ കംപ്ലീഷൻ വെച്ചാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. x² + 2x = 120. രണ്ട് സൈഡിലും ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. ഇവിടെ 1² ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം? 1. എങ്ങനെ? ഒരു സൈഡിൽ 1², ഒരു സൈഡിൽ എന്താ 1? ഇവിടെ 1², മറ്റേ സൈഡിൽ അതിന്റെ ആൻസർ. ദെൻ ഇതിനെന്തെഴുതാം? നിങ്ങളൊന്ന് പറഞ്ഞ ഇതിനെന്തെഴുതാം? x + 1² എന്നെഴുതാം. 121. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? സ്ക്വയർ പോകുമ്പോൾ എന്ത് സംഭവിക്കും? സ്ക്വയർ പോകുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ടോ? ആൻസർ ഇവിടെ
സോറി, ഇവിടെ 121 അല്ലേ? 121 സ്ക്വയർ പോകുമ്പോ ഇവിടെ എന്ത് സംഭവിക്കും? റൂട്ട് വരും. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് 121 എത്ര? 11. ഇത് നിന്ന് എക്സ് കണ്ടുപിടിച്ച എക്സ് എത്ര? 11 മൈനസ് 1. വാട്ട് ഈസ് 11 മൈനസ് 1? 10. സോ നമുക്കറിയാം ബേസ് നമ്മൾ എന്തെടുത്തത്? എക്സ് പ്ലസ് 2 അല്ലേ എടുത്ത്? ഹൈറ്റ് നമ്മൾ എന്തെടുത്തത്? എക്സ്. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞ ബേസ് എത്രയാണ്? 10 പ്ലസ് 2. എക്സ് നിലയെടുത്ത് 10 കൊടുക്കണം. മനസ്സിലായോ? 10 പ്ലസ് 2 എത്രയാണ്? 12. മറ്റേത് എക്സ് തന്നെ. ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. വെരി